റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 43-ാമത്തെ നിയമം, മറ്റുള്ളവരുടെ ഹൃദയവും മനസ്സും ഭരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കുക എന്നതാണ്. നിങ്ങൾ ഭയം, സ്നേഹം അല്ലെങ്കിൽ ആഗ്രഹം തുടങ്ങിയ വികാരങ്ങൾ ഉപയോഗിച്ച് ആളുകളെ നിയന്ത്രിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. ഈ വിശ്വാസം നിങ്ങൾക്ക് വലിയ അധികാരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെപ്പോലെ പെരുമാറുക എന്നതാണ്. ഭൂരിഭാഗം ആളുകളും അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവർക്ക് അവരുടെ യുക്തിയേക്കാൾ അവരുടെ വികാരങ്ങളെയാണ് വിശ്വസിക്കാൻ താൽപ്പര്യം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആളുകളുടെ വികാരങ്ങൾക്ക് അനുസരിച്ച് ക്രമീകരിക്കുക. ഇത് നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഒരു അവസരം നൽകും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വികാരങ്ങളെ ചൂഷണം ചെയ്യുക. നിങ്ങളുടെ എതിരാളികളെ പ്രകോപിപ്പിക്കുക. അവരുടെ ഭയം, സ്നേഹം അല്ലെങ്കിൽ ആഗ്രഹം തുടങ്ങിയ വികാരങ്ങളെ ചൂഷണം ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. നിഗൂഢ നിലനിർത്തുക. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ആളുകളെ അറിയിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ലെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി ഒരുപാട് യുദ്ധങ്ങൾ നേടി. എന്നാൽ അദ്ദേഹം തന്റെ സൈനികരുടെ വികാരങ്ങളെയാണ് ചൂഷണം ചെയ്തത്. അദ്ദേഹം തന്റെ സൈനികർക്ക് ധീരതയുടെയും വിജയത്തിന്റെയും കഥകൾ പറഞ്ഞു. ഈ കഥകൾ കാരണം അദ്ദേഹത്തിന് വലിയ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. സിനിമ ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ ഗാൾഡ്രിയൽ എന്ന കഥാപാത്രം ആളുകളുടെ വികാരങ്ങളെയാണ് നിയന്ത്രിച്ചത്. അവൾ ആളുകൾക്ക് അവരുടെ ഭാവനകളെ ചൂഷണം ചെയ്യുന്ന കഥകൾ പറഞ്ഞു. ഈ കഥകൾ കാരണം ആളുകൾക്ക് അവളെ വിശ്വസിക്കാൻ കഴിഞ്ഞു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് ജനതയുടെ വികാരങ്ങളെയാണ് നിയന്ത്രിച്ചത്. അദ്ദേഹം ആളുകൾക്ക് അവരുടെ ധീരതയെക്കുറിച്ച് പറഞ്ഞു. ഈ വാക്കുകൾ കാരണം ബ്രിട്ടീഷ് ജനതയ്ക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ഹാരി തന്റെ സുഹൃത്തുക്കളുടെ വികാരങ്ങളെയാണ് ചൂഷണം ചെയ്തത്. ഹാരി തന്റെ സുഹൃത്തുക്കൾക്ക് ഒരു പുതിയ ഭാവി വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം കാരണം ഹാരിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം റഷ്യൻ സൈന്യത്തിന്റെ ഭയത്തെയാണ് ചൂഷണം ചെയ്തത്. നെപ്പോളിയൻ റഷ്യൻ സൈന്യത്തിന് ഒരു വലിയ സൈന്യമുണ്ടെന്ന് പറഞ്ഞു. ഈ വാക്ക് കാരണം റഷ്യൻ സൈന്യത്തിന് ഭയമുണ്ടാകാൻ സാധ്യതയുണ്ടായി. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ഗോഥം നഗരത്തിലെ ആളുകളുടെ വികാരങ്ങളെയാണ് ചൂഷണം ചെയ്തത്. ജോക്കർ ആളുകൾക്ക് അവരുടെ ഭയത്തെക്കുറിച്ച് പറഞ്ഞു. ഈ വാക്ക് കാരണം ആളുകൾക്ക് ജോക്കറിനെ ഭയമായിരുന്നു. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നന്ദ രാജാവിന്റെ വികാരങ്ങളെയാണ് ചൂഷണം ചെയ്തത്. ചാണക്യൻ നന്ദ രാജാവിന് അവന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കാരണം നന്ദ രാജാവിന് ഭയമുണ്ടാകാൻ സാധ്യതയുണ്ടായി. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവരുടെ ഭയത്തെയാണ് ചൂഷണം ചെയ്തത്. ഡോൺ തന്റെ എതിരാളികൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കാരണം എതിരാളികൾക്ക് ഡോണിന് ഭയമായിരുന്നു. ചരിത്രം. ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് പുതിയ ലോകം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആളുകളുടെ ഭാവനകളെയാണ് ചൂഷണം ചെയ്തത്. കൊളംബസ് ആളുകൾക്ക് ഒരു പുതിയ ലോകം വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം കാരണം ആളുകൾ കൊളംബസിനെ വിശ്വസിച്ചു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയുടെ വികാരങ്ങളെയാണ് നിയന്ത്രിച്ചത്. ഡോക്ടർ ഗംഗക്ക് അവളുടെ ഭൂതകാലത്തോടുള്ള ഭയം നീക്കം ചെയ്യാൻ സഹായിച്ചു. ഈ സഹായം കാരണം ഗംഗക്ക് ഡോക്ടറെ വിശ്വസിക്കാൻ കഴിഞ്ഞു.